വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നടന്ന PSC പരീക്ഷയുടെ മലയാളം ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. മിടുക്കർ കൈ രണ്ടും ചേർത്തു കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും, മടിയർ മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറിയും. PN ഗോപികൃഷ്ണൻ. അറ്റമില്ലാതൊഴുകുന്ന ഭൂമിക്കുമേൽ ഒറ്റഞ്ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ. അനിതാ തമ്പി. റെയിൽ വക്കത്തു നിന്നൊന്നേ രണ്ടെന്നെണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ പൂതത്തിൻ ആനന്ദം പുഞ്ചിരിച്ചിടും. പി രാമൻ. അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെത്തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കൃത്യമായ എണ്ണം. അസിം താന്നിമൂട്. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി തോരണയുദ്ധം. ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം എന്നിവ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ്. ചേരുംപടി ചേർക്കുക. ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. ഇറാനിമോസ്, കരിക്കോട്ടക്കരി, പീലിപ്പോസ്, അടി, ഉണ്ണിച്ചെക്കൻ, അടിയാളപ്രേതം, വാവച്ചൻ, മീശ. കൃതിയും കഥാപാത്രങ്ങളുമാണ് തന്നിരിക്കുന്നത്. ശരിയായ പദം കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായ പദം. അക്ഷൗഹിണി. ഇത് 10ാം ക്ലാസ് ടെക്സ്റ്റിലുള്ള പോർഷനാണ്. നാഴികയുടെ 60-1 പങ്ക് വിനാഴിക. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നാഴികയുടെ 60-1 പങ്ക് വിനാഴിക. പിരിച്ചെഴുതുക. പരമോച്ച നില. അതെങ്ങനെ പിരിച്ചെഴുതാം? ഓപ്ഷൻ സി പരമ അധികം ഉച്ച അധികം നില. ഇതും 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുള്ള ഭാഗമാണ്. ശരിയായ പര്യായക്കൂട്ടം കണ്ടെത്തുക. പ്രമാദം. പ്രമാദത്തിൻ്റെ ശരിയായ പര്യായം ഏതൊക്കെയാണ്? വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. ഓപ്ഷൻ ബി ആണ്. പ്രമാദം എന്ന് വെച്ചാൽ വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദം ഏത്? അധ്യാത്മം. അധ്യാത്മത്തിൻ്റെ വിപരീതം ഭൗതികം. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് സത്യസന്ധമായി പെരുമാറുക. നേരെ വാ നേരെ പോ, സത്യസന്ധമായി പെരുമാറുക. ചേർത്തെഴുതുക. മലർ അധികം, കളം അധികം, എഴുതി അധികം, കാത്ത അധികം, ഒരു അധികം, അരജൻ. ഇത് 10ാം ക്ലാസ് ടെക്സ്റ്റിലെ ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മലർക്കളം എഴുതി കാത്തോരരജൻ. വൈരി. സ്ത്രീലിംഗ പദം കണ്ടെത്തുക. വൈരിണി. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ ഡി എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി അവർ കണ്ണീരിൽ കലർത്തിപ്പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. ഇതും 10ാം ക്ലാസ് ടെക്സ്റ്റിലേതാണ്. ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗത്തിലേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ വളരുന്ന കൈരളി എന്ന ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. താങ്ക്